ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങളോട് ഇത്രക്കാലം പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുതിയൊരു വീടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരിക്കുകയാണ്. വീടല്ല, വലിയൊരു മാൻഷനാണ്. വാടശിഞ്ചാണ് വണ്ടി വന്ന് കയറി. നമ്മുടെ ചെക്കൻ ക്രിസ്മസിൻ്റെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് നാട്ടിൽ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ഷീണത്തിലാണ് ചെക്കൻ നിൽക്കുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ള ഓനെ പിക്ക് ചെയ്തിട്ട് വരുന്ന വഴിയാണ്. ഇപ്പോൾ നമ്മൾ വീഡിയോയുടെ ഇൻട്രോ ഇവിടെ തന്നെ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വീടിൻ്റെ ഇവിടെ കറങ്ങി പോണ വഴിയാണിത്. ഇതിൻ്റെ അടിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് വരണം. പിന്നെ ഇവിടെ 3 കാർ ഗ്യാരേജ് ഉണ്ട്. ഓക്കെ, നമുക്ക് 3 വണ്ടികളൊക്കെ വാങ്ങിച്ചിട്ട് വേണം അവിടെ കൊണ്ടുപോയിടാൻ. നമ്മളെ വണ്ടി എന്തായാലും ഇവിടെ ഇരുന്നോട്ടെ. ഇത് പുതിയ വണ്ടിയാണ് ഗീസ്. നമ്മൾ മറ്റേ വീട്ടിൽ നിന്ന് വണ്ടികളൊക്കെ കൊടുത്തില്ലേ, ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ആയിട്ട് വരുമ്പോൾ എടുത്തൊരു വണ്ടിയാണ്. ഓക്കെ ഷിഞ്ചാനെ വാ, ഞാൻ വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ചെക്കൻ വരട്ടെ എന്തായാലും. ബനി ഓടി വരണല്ലോ, തടിയാനെ നടക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇത് ഷിഞ്ചാനക്ക് വേണ്ടി സർപ്രൈസ് ആയിട്ട് ഞാനിവിടെ ഒരുക്കിച്ച വണ്ടിയാണ്. ഷിഞ്ചാനെ കണ്ട പിന്നെ ഗൈസ്, നമ്മളെ വീടിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് എങ്ങനെയാണ്? ഇത് അത്യാവശ്യം വലിയ മാൻഷനാണ് ഗൈസ്. ഇപ്പോൾ ഇത് ഈ വീഡിയോയിൽ ഇത് കാണിക്കാൻ നടന്നാൽ ശരിയാവില്ല. ഇത് നമുക്ക് പിന്നെ ഒരു ദിവസം ചെയ്യാം ഗൈസ്. കണ്ട ഇവിടുന്ന് തന്നെ അങ്ങോട്ട് കുറേ നടക്കാണ്ട്. പിന്നെ വീടിൻ്റെ ഉള്ളിൽ ഈ ഒരു ഹോളിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്കൊരു സ്വിമ്മിംഗ് പൂളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി പുറത്തിറങ്ങി കുളിക്കേണ്ട ആവശ്യമില്ല, ഇവിടുന്ന് തന്നെ ഉണ്ട് കുളിച്ച് ആർമാദിക്കാം. ഓക്കെ കണ്ട, വീടിൻ്റെ ഒരു വലിയൊരു ഹോൾ പോലത്തെ സെറ്റപ്പിലാണ് ഇവിടെ ഈ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും പുറത്തേക്ക് തന്നെ പോവാം. കാണിക്കാൻ നിൽക്കുന്നില്ല. ഇനി വീടിൻ്റെ ഉള്ളിൽ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാണ്ട്. ഞാൻ തന്നെ മര്യാദക്ക് നോക്കിയിട്ടില്ല. പിന്നെ ഷിഞ്ചാനെ ഒരു സർപ്രൈസ് പറയാണ്ട്. വേറെ ഒന്നല്ല, നമ്മളിന്ന് പുതിയൊരു സൂപ്പർ ബൈക്ക് എടുക്കാൻ പോവാണ്. അതൊക്കെ ഉണ്ടാ, ഞാൻ അപ്പൊ വരാം, നീ അവിടെ നിൽക്ക്. കുറച്ച് ആൾക്കാരെ വിളിച്ച് പറയാം. നമ്മൾ ഒറ്റക്ക് ബൈക്ക് എടുക്കാകുമ്പോ ആരും അറിയില്ലല്ലോ, നാരാൾ അറിയട്ടെ. നമുക്ക് എന്തായാലേ മൈക്കിൾ മാമനെ, നമ്മളെ സൂപ്പർ മാമനെ വിളിക്കാം. അവരെ വിളിച്ചിട്ടുണ്ട്, അവർ പോയിരിക്കും ഗൈസ്. ഓക്കെ, അവർ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞങ്ങളെ വിളിച്ചത് കാര്യം പറയും, ഞങ്ങൾ വരാൻ പറഞ്ഞിട്ട് അർജന്റായിട്ട്. ആ മൈക്കിൾ മാമ, ഒരു കാര്യണ്ട്. നമ്മളെ ഫ്രാങ്ക്ലിയാക്കി പുതിയ ബൈക്ക് എടുക്കാൻ പോവാണ്. നിങ്ങളെ വിളിച്ചാണ്. ഏതാ ബൈക്കണമെന്ന് എനിക്കറിയില്ല, അപ്പൊ നിങ്ങളെ വിളിച്ചു പറഞ്ഞു, അതുകൊണ്ട് വിളിച്ചതാ. ഓടെ ചിന്താനെ ഫ്രാങ്ക്ലിനെ വിളിച്ചിട്ട് വാ. ആനപ്പൊ വിളിച്ചിട്ട് വരാം. നിങ്ങള് വായ, നമ്മളെ പുതിയ മാൻഷനാണ്. ഫ്രാങ്ക്ലിന്റെ പുതിയ മാൻഷനാലേ? ആന കണ്ട് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൗസ് വാമിങ്ങിലൊന്നും നമ്മൾ വിളിച്ചില്ല. ഗൈസ്, ഇന്ന് രാവിലെ ഹോട്ടലിൽ നിന്ന് കഴിച്ച ഫുഡ് ശരിയായില്ല, എന്താണെന്നറിയില്ല. ഓക്കെ, നമുക്ക് എന്തായാലും പുറത്ത് പോവാം. ഷിഞ്ചാനയുടെ വെയിറ്റിംഗ് ആയിരിക്കും ബൈക്ക് എടുക്കാൻ പോവാൻ. അല്ലട ഷിഞ്ചാനെ, അതെന്താ മൈക്കിളും സൂപ്പർമാനൊക്കെ കൂടെ ഉണ്ടല്ലോ, എന്താണ് കാര്യം? ഫ്രാങ്ക്ലിൻ ഷിഞ്ചാൻ പറഞ്ഞ നമ്മളോട് പുതിയ ബൈക്ക് എടുക്കാൻ പോവാന്ന്, അതുകൊണ്ട് ഞാൻ വന്നതാ. അവിടെ ഷിഞ്ചാനെ എന്താ ഫ്രാങ്ക്ലിൻ, ഞങ്ങൾ വന്നല്ലോ വല്ല ഇതുണ്ടോ? ഇല്ലടാ, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. ഷിഞ്ചാനോട് ഇപ്പം എന്തിനും പറയാൻ പറഞ്ഞു. ഞാൻ സർപ്രൈസ് ആയിട്ട് എടുക്കാൻ പോവായിരുന്നേ. നിങ്ങളെ പോണ വഴിക്ക് പിക്ക് ചെയ്യാനായിരുന്നു. എന്തായാലും വിളിച്ച സ്ഥിതിക്ക് നമുക്ക് പോവാം. നിങ്ങളെല്ലാവരും വണ്ടി കയറി. ആടെ ഫ്രാങ്ക്ലിനെ, നമ്മൾ വണ്ടി കയറി. ഫ്രാങ്ക്ലിനെ ഏത് ബൈക്കാണ് എടുക്കണത്? ഒരു പ്ലാനും ഇല്ല എനിക്ക്. ആടെ പ്ലാനൊക്കെ ഉണ്ട്. സംഭവം ഞാൻ അവിടെ ഒരു ഫോട്ടോയിൽ കണ്ട ബൈക്ക് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി കാണാം. ബൈക്കിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ചോദിച്ചില്ല, നേരിട്ട് കാണാമെന്ന് പറഞ്ഞു. നമുക്ക് ഈ നേരെ ഷോറൂമിലോട്ട് പോവാം. അല്ല മക്കളെ, നിങ്ങൾ എന്താണ് നോക്കിയിരിക്കുന്നത്? ചാനൽ സബ്സ്ക്രൈബ് ചെയ്താ? അല്ല പോട്ടെ, വീഡിയോക്ക് ലൈക്ക് ചെയ്താ? ചെയ്തില്ലല്ലോ, ബാൻ ചെയ്തോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈക്ക് ഞങ്ങൾ കാണിച്ചു തരില്ല. വേണ്ട മൈക്കിളെ, അവർ ലൈക്കൊക്കെ ചെയ്തോളൂ. എടാ, ചെറിയ പ്രശ്നമുണ്ട്, എല്ലാവരും പിടിച്ചിരുന്നോ? നമുക്ക് ഈ നേരെ ഷോറൂമിലെത്തിയിട്ട് കാണാം. അങ്ങനെ ഗൈസ്, നമ്മൾ ഷോറൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഏതാടാ ഷോറൂം? ഇവിടേക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ ഷോറൂം ഏതാന്ന്. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി മേലോട്ട് പോയേക്കാം. ഇവിടെ എവിടെയാണാവോ ഷോറൂം? ഫ്രാങ്ക്ലിലെ ഷോറൂം കഴിഞ്ഞാൽ ബാക്ക് കാണുന്നതല്ല ഷോറൂം. ഞാനേ വേറെ ഏതോ ആലോചനയിൽ പോയി. ഓക്കെ, ഇതാണ് ഗൈസ് നമ്മുടെ ഷോറൂം. എടാ, നീ എന്താണ് കാണിക്കുന്നത്? എടാ, അറിയാണ്ട് വണ്ടിയുടെ കൺട്രോളൊക്കെ പോയതാണ്. എനിക്ക് എപ്പോ വണ്ടി പിടിച്ചാൽ കൺട്രോൾ കിട്ടില്ല. എന്താണ് എനിക്ക് കൺട്രോൾ കിട്ടുക? നിങ്ങൾ എന്തായാലും ഇറങ്ങി, ഞാൻ എന്തായാലും വണ്ടിയൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. നിങ്ങളെന്താണ് ഇവിടെ നിൽക്കണേ? നടക്കങ്ങണ്ട്. അല്ല ഷിഞ്ചാൻ എന്തിയേ? ഓനെ ബാക്കിക്കുണ്ടോ? എനിക്ക് കാണണ്ട. നിൽക്കണ്ടില്ലേ? നമുക്ക് എന്തായാലും നിങ്ങൾ വായ നമുക്ക് ഷോറൂമിൽ പോയിട്ട് ബൈക്കൊക്കെ നോക്കട്ടെ. എല്ലാവരും പിന്നാലെ വരണേ, അലമ്പുണ്ടാക്കല്ലേ. ആദ്യമായിട്ട് വണ്ടി എടുക്കാൻ വരണേ ഞാൻ നിങ്ങളൊക്കെ വെയിറ്റ്. ഷിഞ്ചാനെ പിടിച്ച് തല്ലണം ആദ്യം, ഇവരൊക്കെ വിളിച്ചരുത്. അതല്ലോട്ടെ, അടിയിൽ കുറെ കാർസാണ്, നമുക്ക് മേലോട്ട് പോവാം. അവിടെയാണ് ബൈക്കിന്റെ സെക്ഷൻ. അതെ ചേട്ടാ, പിന്നെ ഞാനിവിടെ ഒരു പച്ച ബൈക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിയെ? ഇവിടെ കുറെ ബൈക്ക് ഉണ്ടല്ലോ. എടാ, അടിപൊളി ബൈക്കൊക്കെ ഉണ്ടല്ലോ ഗൈസ്. ഈ ബൈക്ക് അറിയാം നിങ്ങൾക്ക്? ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ബൈക്ക്, 46 സൂപ്പർ ബൈക്കാണ് സംഭവം. എങ്ങനെയാണ് ചേട്ടാ ഈ ബൈക്കൊക്കെ? ഇത് ചാമ്പ്യൻസ് ഉപയോഗിക്കണം, അല്ല മറ്റേ റേസേഴ്സ് ഒക്കെ ഉപയോഗിക്കണം ബൈക്കാണ്. നമ്മുടെ സിറ്റിയിലെ റയർ ബൈക്കാണ്.
താങ്കൾ ബുക്ക് ചെയ്തോണ്ട് ഞങ്ങൾ ഇവിടെ വെച്ചതാണ്. ഇതിപ്പോ എത്ര ആൾക്കാരാണെന്ന് അറിയാമെന്ന് ചോദിച്ചത്. ഓക്കെ, താങ്ക് യു ഏട്ടാ. എന്തായാലും എനിക്ക് വേണ്ടി മാറ്റി വെച്ചത്. ഞാൻ എന്തായാലും വരുന്ന നിങ്ങൾക്ക് അറിയാലേ. ഓ, അതുകൊണ്ടല്ലേ ഇത്ര ധരിച്ചു വെച്ചത്. അല്ലേ വീട്ടിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ ഞങ്ങളിവിടെ വേറെ ആൾക്കാർ കൊടുക്കാൻ വിചാരിച്ച. ഓക്കെ ഏട്ടാ. പിന്നെ ഈ ബൈക്ക്, ഇതിൻ്റെ ഈ ഇപ്പുറത്തിരിക്കണ ബൈക്ക് ഉണ്ടല്ല, ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത്, അത് അഡ്വഞ്ചർ മറ്റേ ട്രിപ്പൊക്കെ പോകുമ്പോൾ എടുക്കാൻ പറ്റിയ ബൈക്കാണ്. കണ്ട ഈ ബൈക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ബൈക്കാണ് ഗൈസ്. നമുക്ക് ഇത് എടുക്കണം. ആദ്യം ക്യാഷൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് ഈ ബൈക്കും കൂടി എടുക്കണം. ബൈക്കും കാറും കൊണ്ടൊക്കെ നമ്മളെ വീട് നിറക്കണം. അത്യാവശ്യം ഗാരേജൊക്കെ ഉള്ള വീടല്ലേ നമ്മളത്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ പച്ച ബൈക്കാണ് കൺഫേം ചെയ്തിട്ട് എടുത്ത് കൊണ്ടുപോവാം. മൈക്കിള് ഷിഞ്ചാനൊക്കെ അടിയിൽ നിൽക്കുന്നുണ്ട്. അലമ്പുണ്ടാക്കാണ്ടിരുന്നാൽ മതിയാ നായ്ക്കള്. അവരൊക്കെ അത്ര വിശ്വാസമല്ലേ. പിന്നെ ഗൈസ്, നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ഓൾറെഡി ഓൺലൈനിൽ വിട്ടുകൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ബൈക്ക് എടുത്ത് നേരെ പോവാം. മറ്റേ ചേട്ടന് വേറെ ഏതാ കസ്റ്റമറിന് വണ്ടി എടുത്ത് കൊടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. കണ്ട ബൈക്ക് സീനാണ് ഗൈസ്. ഈ ബൈക്ക് കണ്ട രണ്ടാൾക്കാർക്ക് ഇരിക്കാം. എനിക്ക് ഷിഞ്ചാനക്ക് ഇരിക്കാം, വേറെ ആരും ഇരിക്കാൻ പറ്റില്ല. ഇതൊരു ആക്സലറേഷന് തെറിക്കും ഗൈസ് വണ്ടി. മൂന്നാൾക്കാരൊക്കെ ആയിട്ട് പോയ സീനാണ്. വണ്ടി സീനും ലുക്ക് തന്നെ ഉണ്ട്. കണ്ട ആർക്കായാലും ഒന്ന് എടുത്ത് ഓടിക്കാൻ തോന്നുന്നു. എടാ മൈക്കിളെ, എനിക്ക് ഡ്രൈവിംഗ് ഒക്കെ അറിയണതല്ലേ. നിങ്ങൾ ആരെല്ലേ വണ്ടി മറ്റേ കാർ എടുത്തിട്ട് വീട്ടിലേക്ക് പോരാ. ഞാൻ എന്തായാലും ബൈക്ക് എടുത്ത് പോവാണ്. എന്താ മൈക്കിളെ, ബൈക്കിൽ കയറില്ലേ, കാർ എടുത്തിട്ട് പോവാ. എടാ പൂജ ഒന്നും ഇരുന്നാടാ. ആളാ എനിക്ക് വീട്ടിൽ എത്തിയിട്ട് ഓടിക്കാൻ തരാം. ഓക്കണ ഫ്രണ്ട് ഞാൻ എന്തായാലും വിട്ടു ഞാൻ അവരേറ്റ് വരാം. ആളാ ഗീസ്, നമ്മളെന്തായാലും ഷിഞ്ചാനെ വരെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ബൈക്കിൽ ഇത്തിരി പട്ടി ഷോട്ട് ഇട്ട് പോവാം. നാലാൾ അറിയട്ടെ നമ്മൾ ഈ ബൈക്കൊക്കെ വാങ്ങിച്ചത്. നമുക്ക് കുറച്ച് പട്ടി ഷോട്ടിലേക്ക് പോവാം.